തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് പരാതി. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം. ഞെട്ടി ഉണർന്നപ്പോൾ മുറിയിൽ കയറിയ ആൾ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതി. നിജസ്ഥിതി പരിശോധിക്കാൻ അന്വേഷണം തുടരുകയാണ് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ. ഡാൻ കുര്യൻ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഡാൻ, ഇത് ഇന്നലെ രാത്രി നടന്ന സംഭവം എങ്കിൽ ഇത് കുട്ടി പരാതി നൽകാൻ വൈകിയോ? മാത്രമല്ല അതവിടെ സമീപത്ത് അങ്ങനെ മുറികളില്ലായിരുന്നോ? CCTV ഇല്ല, അങ്ങനത്തെ ഒരു ഹോസ്റ്റലാണോ അത്? ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നതിനാലാണ് വിശദമായ അന്വേഷണം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കുട്ടി ഉറങ്ങിക്കിടന്ന സമയത്ത്, ഈ IT ജീവനക്കാരി ഉറങ്ങിക്കിടന്ന സമയത്ത് മുറിക്കുള്ളിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറി ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണർന്ന് ഇവർ ബഹളം വെക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നുവെന്നും ആ പരാതിയിലുണ്ട്. പക്ഷേ ഇത് ആരാണെന്ന് അറിയില്ല, അവ്യക്തമായി മാത്രമാണ് കണ്ടത് എന്നാണ് യുവതിയുടെ ഈ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം വീണ്ടെടുത്തുകൊണ്ട് അത്തരത്തിൽ ആരാണ് ആ സമയത്ത് ആ ലോഡ്ജിലേക്ക് കയറിയത് എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് നടക്കുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച മറ്റ് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. എന്തായാലും CCTV ദൃശ്യങ്ങൾ സമീപ സ്ഥലങ്ങളിലെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പരിശോധനയിലൂടെ ഈ പരാതിയിൽ എന്താണ് നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടുമെന്ന വിലയിരുത്തലിലാണ് കഴക്കൂട്ടം സൈബർ സിറ്റി പോലീസ്. ഓൾറൈറ്റ്, വിശദമായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം കാര്യങ്ങൾ എന്താണ്, അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കുകയാണ് പോലീസ് എന്നാണ് അറിയിക്കുന്നത്. എന്നാലും ഞെട്ടിക്കുന്ന സംഭവമാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തെ ടെക്നോ സിറ്റിയിൽ നടന്ന ഈ സംഭവം. തിരികെ തമിഴ് വേളയ്ക്ക് ശേഷം